ഫ്രണ്ട്സ്, ചട്ടമ്പി പാറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പാർവതി കൈകാട്ടിലെത്തിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് കണ്ണ് തുറന്നിട്ടില്ല, കുറച്ച് സമയം എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാർവതി മരുന്നിട്ട് വരുമ്പോഴേക്കും അരവിന്ദും നമ്മുടെ മുക്ത എല്ലാവരും വന്ന മുക്തയൊക്കെ ടെൻഷനായിട്ട് മുക്ത ചോദിച്ചു എന്താണ് പറ്റിയത് പറയും. പാർവതിയാണ് നമ്മുടെ ഹലാസിനെ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. മുക്ത പറയുന്നുണ്ട് അങ്കിള് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറയുമ്പം ഇല്ല നീ പൊക്കോ, ഞാനിവിടെ തന്നെ നിന്നോളാം, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയെ കൊടുക്കാൻ പറയുമ്പോൾ അരവിന്ദ് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്, മാഫിയ, കാരണം ഇവനാണല്ലോ ചെയ്തത്, അപ്പോൾ അവന് കുടുങ്ങുമല്ലോ. അങ്ങനെ അതിന് ശേഷം ഇവർ പോവുകയാണ്. അതിന് ശേഷം അങ്ങനെ പപ്പ അവിടുന്ന് നമ്മുടെ കൈലാസിൻ്റെ പപ്പ അവിടുന്ന് ഇപ്പോൾ മാറി നിൽക്കുമ്പോൾ അരവിന്ദ് ഒരു നേഴ്സിൻ്റെ വേഷത്തിൽ മെയിൽ നേഴ്സിനെ വിട്ടിട്ട് കൊല്ലാൻ നോക്കുകയാണ്. നമ്മുടെ പാർവതി അങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഷോക്കായിട്ട് അവൾ പെട്ടെന്ന് വേഗം എണീച്ച് അതിനെ രക്ഷിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം പപ്പ വരുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പോയി പിടിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഹോസ്റ്റൽ വാർഡൻ വരുമ്പോൾ വാർഡനും കൈലാസിൻ്റെ അമ്മയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. അവരുടെ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരവിന്ദ് അവരെ ഗുണ്ടകൾ നിനക്ക് ഒരു പെണ്ണിനെ ശരിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതിനെ എങ്ങനെ ശരിയാക്കാൻ കഴിയും, ആ പെണ്ണിൻ്റെ പിന്നാലെ 2 ബോഡി ഗാർഡ്സാണല്ലോ, അതായത് പ്രേയനെയും കൈലാസിനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അരവിന്ദിനോട് അവൻ്റെ ഫ്രെഡ് തട്ടിക്കയറുകയാണ്, നീ എന്തിനാണ് കൈലാസിനെ എന്നവർക്ക് കാണിച്ചതെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരോടും അവൻ ഇപ്പോൾ വലിയ അഹങ്കാരമാണ് കാണിക്കണമെന്നൊക്കെ അതിൻ്റെ ദേഷ്യമൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ പാർവതി ഹോസ്റ്റലിൽ നല്ല സന്തോഷത്തോടു വന്നിരിക്കുകയാണ്. നീ എന്താണെങ്കിലും കൃഷ്ണൻ്റെ ഭഗവാൻ മുന്നിൽ വെച്ചിട്ട് പൂജിച്ചിട്ട് സാലറി വീട്ടിലേക്ക് അയച്ചാൽ മതി, ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് പറയുകയാണ് ആ പോസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിട്ട് ശേഷം നോക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ സാലറി കാണില്ല. അങ്ങനെ അവൾ കരഞ്ഞ് തിരയും, അവിടെയൊക്കെ എല്ലാവരും കൂടി തിരയുകയാണ് ചെയ്യുന്നത്. ഐഷയും മീരയും ജെന്നിഫർ എല്ലാവരും കൂടി തിരയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം കിട്ടില്ല. അപ്പോഴാണ് കോള് വരുന്നത്. ആദ്യത്തെ കോൾ എടുക്കില്ല, അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് എടുക്കില്ല. പിന്നെ രണ്ടാമത് വിളിക്കുമ്പോൾ ലൗഡിലിടുകയാണ് ചെയ്യുന്നത്. എന്താ മോളെ എടുത്തിട്ട് പറയുമ്പോൾ അവൾ കരയും. നിങ്ങളൊന്നിനും കൊള്ളാത്തവളാണ് പാർവതി, ആവശ്യത്തിന് ഒന്നിനും ഒത്തില്ല, അമ്മ പറയുന്നത് പോലെ പറയുമ്പോൾ മോളെ നീ എന്താ പറയുന്നത് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഫുള്ളും കിട്ടിയത് നഷ്ടപ്പെട്ടു പോയി പറയുമ്പോൾ അയ്യോ എന്ത് ചെയ്യുന്നു, സുന്ദരേഷിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരയുകയാണ് ചെയ്യുന്നത്. അമ്മയും കരഞ്ഞിട്ട് അകത്തേക്ക് പോകും, പാർവതിയും കരയുകയാണ് ചെയ്യുന്നത്. അപ്പം മീര പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട, നാളേക്ക് നിനക്ക് ആ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓട്ടോയിലാണ് നമ്മുടെ പാർവതി വന്ന ഓട്ടോയിലാണ് ആ പൈസ കിടക്കുന്നത്, പാർവതിന്ന് എഴുതിയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നാളെ മിക്കവാറും കിട്ടും. അപ്പോൾ നാളത്തെ എപ്പിസോഡ് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. കുറച്ച് ഗ്യാപ്പിന് ശേഷം റിവ്യൂ ഇടുകയാണ്. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണേ.